മലബാറിലെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീ അയ്യപ്പ ക്ഷേത്ര മഹോത്സവത്തിന്റെ അതുപോലെ തന്നെ പുളിഞ്ഞോ മക്ക ഉറൂസിന്റെയും കാഴ്ചകളും വിശേഷങ്ങളും നമ്മുടെ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തീർക്കുന്ന കുടിയേറ്റ മേഖലയായ ചെറുപുഴയിലെ പ്രശസ്തമായ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും നൊവേന തിരുനാൾ ആഘോഷമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്ക് പോകാം. കുടിയേറ്റ മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ചെറുപുഴയിലെ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാള് എല്ലാ വർഷവും ജനുവരി 25-26 തീയതികളിൽ നടത്തപ്പെടുകയാണല്ലോ. അതുപോലെ ഈ വർഷവും പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ മനോഹരമായി വിശ്വാസ പ്രഘോഷണ റാലിയും ആത്മീയ ഉത്സവമായിട്ട് കൊണ്ടാടുകയാണല്ലോ. നാനാജാതി മതസ്ഥര് ഈ ദേവാലയത്തിൽ ഈ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്ന നല്ല അനുഭവ സാക്ഷ്യങ്ങൾ പല നാനാജാതി മതസ്ഥരും ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. അതോടൊപ്പം തന്നെ ഇതൊരു കൂട്ടായ്മയുടെയും ഇതൊരു ദേശത്തിന്റെ ഉത്സവമായിട്ടാണ് ചെറുപുഴ പള്ളിയിലെ തിരുനാള് നാളിതുവരെ ആഘോഷിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മതസ്ഥരും കരം കോർത്ത് പിടിച്ച് ഒന്നിച്ചു വന്ന് വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കുചേരുകയും ആശംസകൾ നേരുകയും ദേവാലയത്തിൽ വന്ന് നേർച്ച കാഴ്ചകൾ നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നല്ല പതിവുണ്ട് എന്നുള്ള കാര്യം ഏറെ സ്നേഹത്തോടെ ഇവിടെ നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഇടവക തിരുനാള് ഒരു ആത്മീയ ഉത്സവമാണ്, ഇത് നാടിന്റെ ഉത്സവമാണ്, ചെറുപുഴ ദേശത്തിന്റെ ഉത്സവമാണ്. അതുപോലെ തന്നെ ചെറുപുഴയിലെ അമ്പലത്തിന്റെ ഉത്സവം പോലെ തന്നെ ഇതും ഒരു നാടിന്റെ ഉത്സവമായിട്ട് ഈ ചെറുപുഴ ദേശത്തെ നാനാജാതി മതസ്ഥവരെ കാണുന്നു. അതനുസരിച്ച് ഈ തിരുനാളിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറുപുഴ വ്യാപാര സ്ഥാപനങ്ങൾ എല്ലായ്പ്പോഴും ഈ വിശ്വാസ പ്രഘോഷണ റാലിയിൽ പങ്കുചേരുകയും ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും വ്യാപാര സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇലുമിനേഷൻ നടത്തിയും ഈ വിശ്വാസ പ്രഘോഷണ റാലിയെ വിശുദ്ധരുടെ രൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഈ റാലിയെ ഏറ്റവും നന്നായിട്ട് വരവേൽക്കുകയും ഏറ്റവും ആദരവോടെ ഈ വിശ്വാസ പ്രഘോഷണ റാലിയെ സ്വീകരിക്കുകയും ചെയ്യുന്ന നല്ല പതിവുണ്ട്. ഈ തിരുനാളിന്റെ ഭാഗമായിട്ട് ചെറുപുഴ ടൗണിലുള്ള എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും പ്രത്യേകമായിട്ട് ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് എല്ലാ നന്മകളും നേരുന്നു. പ്രത്യേകിച്ച് വിശിഷ്യ പടിഞ്ഞാത്ത് ഗോൾഡ് ഈ ചെറുപുഴ പ്രദേശത്തിന്റെ അനുഗ്രഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മ വഴി ഈ നാടിന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ തിരുനാൾ ആഘോഷങ്ങളിലേക്ക്, ഈ ആത്മീയ ഉത്സവത്തിലേക്ക്, ഈ ഊട്ടുനടച്ചിലേക്ക് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. തിരുനാൾ മഹോത്സവം ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും സമ്മാനങ്ങളും ആയിട്ട് നമുക്കൊന്ന് ഇന്ററാക്ട് ചെയ്ത് നോക്കിയാലോ. ഞങ്ങൾ പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് നിന്നാണ് വരുന്നത്. അപ്പൊ ഞങ്ങള് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, ഒറ്റ ചോദ്യമുള്ളൂ. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. ഒന്നും കൂടി ആലോചിച്ചു. കുസൃതി ചോദ്യ. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. വെള്ളത്തിൽ വീണാൽ നനയാത്ത വസ്തു. ഞങ്ങള് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് വരികയാണ്. അപ്പൊ ഞങ്ങള് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കറക്റ്റ് ആയിട്ട് ആൻസർ പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. ചോദ്യം ഇതാണ്: എല്ലാവരും തെന്നി വീഴുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ് ആണോ? അല്ല. ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് വരികയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഒരു ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഗിഫ്റ്റ് ഏട്ടന് തരും. ഓക്കെ, ചോദ്യം എന്താന്ന് വെച്ചാല് എപ്പോഴും തണുത്ത് വിറച്ചിരിക്കുന്ന അക്ഷരം. ഉത്തരം ബി അല്ലേ? കറക്റ്റ് ആൻസർ ആണ്. കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഏട്ടന് ഈ ഒരു ഗിഫ്റ്റ് കൊടുക്കാണ്. സോ ഏട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് കുട്ടിച്ചൻ. കുട്ടിച്ചൻ. ഇവിടെ ലൊക്കേഷൻ ഇവിടെ തന്നെയാണ്? ചെറുപുഴ തന്നെയാണ് അല്ലേ? ഓക്കെ, ഞങ്ങൾ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് എന്ന് വരികയാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിന് കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ ഈ ഒരു ഗിഫ്റ്റ് ഏട്ടന് കിട്ടും. തല കുത്തി നിന്നാൽ വലുതാവുന്നതാര്? കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സാറിന് ഈ ഒരു ഗിഫ്റ്റ് തരാണ്. പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? പടിഞ്ഞാത്ത് അവരുമായിട്ട് ഒത്തിരി അടുപ്പുള്ളവരാണ്. നമ്മുടെ അവിടെ നിന്ന് സാറിന് സ്വർണ്ണമൊക്കെ എടുക്കാറുള്ളത്.
നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും വിശുദ്ധ അമലോദ്ഭവ മാതാവിന്റെ ടാബ്ലോ റോസാ പൂക്കൾ കൊണ്ട് വളരെ ഭംഗിയായിട്ട് ചെറുപുഴയുള്ള പടിഞ്ഞാറ് ഗോൾഡൻ ഡയമണ്ട്സ് അലങ്കരിച്ചിട്ടുള്ളത്. പ്രശസ്തമായ സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ ഇടവക മധ്യസ്ഥയായ അമലോദ്ഭവ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും നൊവേനയും തിരുനാൾ ആഘോഷവുമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ചെറുപുഴയിലുള്ള ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയോട്ടുചാൽ. എക്സ്ക്ലൂസീവ് സിൽവർ ഷോറൂംസ് ചെറുപുഴ, പരപ്പ ആൻഡ് ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ.